കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചു, എന്റെ കുഞ്ഞിന് പനിയായിരുന്നു. അപ്പൊ ഏതൊക്കെ മരുന്നുകളാണ് ഞാൻ എന്റെ മോൾക്ക് കൊടുത്തത്? അപ്പോ അവളുടെ കുഞ്ഞിനും പനിയാണ്. അപ്പൊ ഈ മരുന്നുകൾ തന്നെ കൊടുത്താൽ മതിയാവുമോ? അതുപോലെയുള്ള ചെറിയൊരു പനിയും ചുമയും മാത്രമേ ഉള്ളൂ എന്നോട് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. ശരിക്കും അങ്ങനെ നമ്മൾ കൊടുത്താൽ മതിയോ? എന്റെ കുഞ്ഞിന് ഉപയോഗിച്ച അതേ മരുന്ന് തന്നെ മറ്റൊരാളുടെ കുഞ്ഞിന് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ മുന്നേ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് തന്നെ ഒരു പനിയോ ചുമയോ വന്നപ്പോൾ വന്ന മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ കുഞ്ഞിന് പലപ്പോഴായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൊടുത്ത പല പല മരുന്നുകളും അതിന്റെ ഉപയോഗങ്ങളും, പിന്നെ ഇത് മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഇത് കൊടുക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ വേണം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞിന് 3 വയസ്സുകാരിയാണ്. അവൾക്ക് ഏതൊക്കെ മരുന്നുകളാണ് ഞാൻ പനി വരുമ്പോൾ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കണ്ട് പറഞ്ഞ് മരുന്ന് മേടിച്ച് മാത്രം നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ കാണുന്ന മരുന്നുകളെല്ലാം മേടിച്ച് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കരുത്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും വരുന്ന രോഗങ്ങളും വ്യത്യാസമായിരിക്കും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പാരസെറ്റാമോളിനെ കുറിച്ചിട്ടാണ്. പാരസെറ്റാമോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം ഉണ്ടാവും അല്ലെ? ഡോളോ അത്യാവശ്യം ഉണ്ടാവുന്ന ഒരു മരുന്നാണ് ഇത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. അതും പനി വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പാരസെറ്റാമോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. പനി ഇല്ലാത്തപ്പോൾ ഇത് കൊടുക്കാറില്ല. നമ്മളൊക്കെ പാരസെറ്റാമോൾ കഴിച്ചുകൊണ്ടിരുന്നത് പോലെ ഡെയിലി 3 നേരം എന്നുള്ള തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പനി ഉള്ളപ്പോൾ മാത്രമാണ് ഈ ഒരു മരുന്ന് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കാറ്. അതുപോലെ പനി വരുന്ന ഒരു സമയത്ത് തന്നെ അവൾക്ക് ചെറിയൊരു ചുമയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പനി അങ്ങ് കുറയും. പിന്നെ ചുമയാണ് നല്ല രീതിയിൽ ഉണ്ടാവുന്നത്. ഈ ചുമ ഉണ്ടാവുന്ന സമയത്ത് അവൾക്ക് ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചുമ വരുമ്പോൾ കൂടുതലായിട്ടും എപ്പോഴും ഡോക്ടർ എഴുതുന്ന ഒരു മരുന്നാണ് ലിവോലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇത് അവരുടെ ഒരു ലങ് കഞ്ചഷൻ ഒക്കെ കുറച്ച് അവർക്ക് ശ്വാസം നന്നായിട്ട് എടുക്കാനും ഒക്കെ ആയിട്ട്, ശ്വാസം മുട്ടലൊക്കെ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ ലിവോലിൻ എന്ന് പറയുന്നത്. ഇതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ കൊടുക്കുന്നത്. എപ്പോഴും ഈ ഒരു മരുന്ന് തന്നെയാണ് എഴുതുന്നത്. എന്നാൽ ചിലപ്പോൾ ചില ചുമയൊക്കെ കുറച്ചധികം കാലം നിൽക്കുന്നു എന്നൊക്കെ വരുന്ന ഒരു ടൈമിൽ ആംബ്രോഡിൽ എന്ന് പറയുന്ന മറ്റൊരു മരുന്ന്, ഇതും സാൽബട്ടമോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഇതിനകത്തുമുള്ളത്. ആ മരുന്നാണ് കൊടുക്കാറ്. കുറച്ചധികം കാലം ചുമയൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. ഈ ചുമ വരുന്ന ഈ ഒരു ടൈമിൽ തന്നെ മിക്കപ്പോഴും അതൊരു എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെ, അവർക്കൊരു ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു ആക്ടിവിറ്റി കൊണ്ടിട്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ചുമയും പനിയും ഒക്കെ വരുന്നത്. അപ്പൊ മിക്കപ്പോഴും ഒരു ആന്റിബയോട്ടിക്കിന്റെ കൂടി ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായി എന്റെ ഡോക്ടർ എഴുതുന്ന ഒരു മരുന്നാണ് ഈ അമോക്സിലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉള്ള ഈ ഒരു ഓഗ്മെന്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് മോൾക്ക് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക്. പക്ഷെ ഇത് എല്ലാ പ്രാവശ്യവും ആവശ്യമായി വരുന്നില്ല. ആവശ്യമായി വരുന്ന സമയത്ത് മാത്രം ഡോക്ടർ പറയുന്നത് പോലെ ഈ ഒരു മരുന്നും കൊടുക്കാറുണ്ട്. പിന്നെ അതല്ലാതെ മൂക്കടപ്പൊക്കെ വരുന്ന സമയത്തിന് ഇങ്ങനെ ഒരു നേസൽ ഡ്രോപ്പ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതും പീഡിയാട്രിക് തന്നെ നിങ്ങൾ ചോദിച്ച് മേടിച്ച് വേണം ഉപയോഗിക്കാൻ. അല്ല, ഇത് വലിയവർക്കും അവൈലബിൾ ആണ്. ഇതേ ബോട്ടിലും ഇതേ ഷേപ്പും ഒക്കെ തന്നെയാണ്. പക്ഷെ കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക, പീഡിയാട്രിക് ആണോ എന്നുള്ളത്. പിന്നെ ഞാൻ മോൾക്ക് ഇടയ്ക്ക് കൊടുക്കാറുള്ള മറ്റൊരു മരുന്നാണ് ഈ ഒരു കാർമിസൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു മരുന്നിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വിശപ്പില്ലായ്മ വരിക അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവുക ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു മരുന്നും ഞാൻ കൊടുക്കാറുണ്ട്. അതും എപ്പോഴും കൊടുക്കാറില്ല, അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒരു മരുന്നും ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചില ബേബി റബ്സും യൂസ് ചെയ്യാറുണ്ട്. പനി വരുന്ന സമയത്തിന് അവർക്ക് ശ്വാസം നന്നായിട്ട് കിട്ടാനും നന്നായിട്ട് കിടന്നുറങ്ങാനും ഒക്കെ ആയിട്ട് ഒരു ബേബി റബ്ബും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഈ മരുന്നുകളെല്ലാം എന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഒരു പീഡിയാട്രീഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഇപ്പൊ ഇത് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് 3 വയസ്സാണെങ്കിൽ ഈ ഒരു മരുന്ന് തന്നെ കൊടുത്താൽ മതിയോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അത് മതിയാവില്ല. നിങ്ങളുടെ കുഞ്ഞിന് വന്ന രോഗം, നിങ്ങളുടെ കുഞ്ഞിന്റെ ചുമ എന്ത് കാരണമാണ് അല്ലെങ്കിൽ പനി എന്ത് കാരണമാണ് എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രമേ നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഡോക്ടർ പറയുന്ന മരുന്നുകൾ കുഞ്ഞിന് കൊടുക്കുക. പക്ഷെ ഈ മരുന്നുകൾ കൊടുക്കേണ്ട സമയത്ത് ഞാൻ ചില നിർദ്ദേശങ്ങൾ പറയാം, അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അവരുടെ പ്രായം. അവർക്ക് എത്ര വയസ്സാണ് അല്ലെങ്കിൽ എത്ര മാസമാണ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഡോസേജ് എഴുതിയിട്ടുണ്ടാവും, മരുന്നുകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ഡോക്ടർ കൃത്യമായിട്ട് അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുകയും ചെയ്യും. അത് നന്നായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്ന ചില വാക്കുകളുണ്ട്, ചില ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കുക, ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ആ രീതിയിൽ മാത്രം കുഞ്ഞിന് മരുന്ന് കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ തരുന്ന മരുന്ന് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതി തന്ന, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എഴുതി തന്ന ഒരു മരുന്ന് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുകയും അവർ അതേ മരുന്നിന്റെ അഡൾട്ട്, അതായത് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് എനിക്ക് തന്നത്. അത് നോക്കുമ്പോൾ അത് പീഡിയാട്രിക് അല്ല എന്ന് മനസ്സിലാക്കി അത് തിരിച്ചു കൊടുത്ത് ഞാൻ മാറ്റി മേടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതുപോലെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്നവരെ ഒരിക്കലും നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാനും പറ്റില്ല. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്കുള്ള മരുന്ന് തന്നെയാണോ അവരെടുത്ത് തരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇതിൽ ഈ കിട്ടിയ മരുന്നുകൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇതിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ, എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം ഒന്ന് ഗൂഗിളൂടെ ചെയ്ത് ഒന്ന് ഉറപ്പുവരുത്തുക. എല്ലാം ഗൂഗിളിനെ വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെയാണോ ഗൂഗിളിലുള്ളത്, അല്ലെങ്കിൽ അതേ മരുന്ന് തന്നെയാണോ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇത്രയും നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികളുടെ രോഗത്തിനെയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതോ ആയിട്ടുള്ള ഒരു മരുന്നുകളും നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഡയറക്റ്റ് പറഞ്ഞ് ഇന്ന കാര്യമാണ് കുഞ്ഞിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് മേടിക്കുന്നത് പോലെ ഒരിക്കലും കുഞ്ഞിനും അത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കരുത്. അത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ട് ബാധിക്കാനും ചിലപ്പോൾ ഡോസുകൾ മാറിപ്പോയി മറ്റ് ഗുരുതര അവസ്ഥയിലേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ച് മാത്രം നൽകുക.